പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറെ മാസങ്ങൾക്ക് മുമ്പ് എന്റെ വാക്ക് കേട്ട് ഒരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള ചില സഹോദരങ്ങൾ, അവരോട് ക്ഷമ പറയാനും ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. കാരണം നിങ്ങൾ ഇനി പെട്ടുപോകരുത്. ഞാനോ പെട്ടു, ഇനി നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പെടുത്തിയിട്ടുള്ള കുറച്ചു പേരെ അവരോട് ക്ഷമാപണം ഉന്നയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. BSNLന്റെ ഫൈബറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. BSNLന്റെ ലാൻഡ് ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നമുക്കറിയാലോ, അത് നിന്ന് ഇപ്പം ഒന്നുമല്ലാത്തൊരവസ്ഥ എത്തിയപ്പോൾ ഏതോ ചില പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചിട്ട് കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും BSNL ചത്തു, ലാൻഡ് ഫോൺ ചത്തു, ബ്രോഡ്ബാൻഡ് ഒക്കെ ചത്തു. പിന്നെ ഉണ്ടായിരുന്ന ഫൈബറാണ്. ഫൈബർ നല്ല സർവീസ് ആയിരുന്നു, എടുത്തപ്പോൾ നല്ല സ്പീഡ്, നല്ല രീതിയിലുള്ള സർവീസ് എല്ലാം. അതായത് മുഴുവൻ മലപ്പുറം ജില്ല, ഞാൻ മലപ്പുറമാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ മുഴുവൻ BSNL ഓഫീസർമാരും എല്ലാവരും ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നത്. കാര്യം എന്റെ അനുഭവമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയും ചെയ്യില്ല. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ ചാനലിലൂടെ ഞാൻ പറയൂ. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നിയാൽ, ഞാനത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറയൂ. അതേസമയം എനിക്കതിൽ ദുരനുഭവം വന്നു കഴിഞ്ഞാൽ അതും ഞാൻ പറയും. അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് BSNLന്റെ ഫൈബർ അന്ന് നല്ല നിലയിലായിരുന്നു. ഇന്ന് 10 പൈസയ്ക്ക് ഇല്ല എന്ന് മനസ്സിലാക്കണം. 10 പൈസയ്ക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് BSNLനെ തകർക്കുന്നത് BSNL ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ഒന്നിന് ചുക്കിന് ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു BSNLന് ഒരു മാനേജർ ഉണ്ട്. എന്താണ് പറയുക, GM, ജനറൽ മാനേജർ ഉണ്ട്. 10 പൈസക്കില്ല, ചുക്കിന് ചുണ്ണാമ്പിനും ഇല്ല. അവരാരും വിളിച്ചാൽ കിട്ടൂല. അവരേതാണ്ട് സ്വർഗത്തിലിരിക്കുന്ന ദേവതയോ അല്ലെങ്കിൽ രാജാവോ ഒക്കെ ആണത്രേ. ഈ ജനങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ലല്ലോ. ഒരു PS-ന്റെ ഫോൺ ഉണ്ട്, അത് എടുക്കാനൊന്നും ആരുമില്ല. അതായത് ഒരു സെക്യൂർഡ് കോർണറിൽ ഇരുന്നു കൊണ്ട് ശമ്പളം വാങ്ങി ഞണ്ണി കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ. അതായത് ഞാനൊക്കെ അധ്വാനിക്കുന്ന പണം ഉണ്ടല്ലോ, എന്നെ പോലെ അധ്വാനിക്കുന്ന ഒരു പണം കട്ടെടുത്തിട്ട് അതിന്റെ ശമ്പളം വാങ്ങിയിട്ട് പെരയിൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന വിഷജന്തുക്കളായിരിക്കുന്ന കുറെ ജനറൽ മാനേജർമാർ. അതിലൊന്നാണ് മലപ്പുറത്തെ ജനറൽ മാനേജർ എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കുറെ കാലമായി ഇത് പറയണമെന്ന് വിചാരിക്കുന്നു. നാളെ ശരിയാവും എന്ന് കരുതിയിട്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? BSNLന്റെ ഫൈബർ യാതൊരു കുഴപ്പമുള്ള സംവിധാനമല്ല. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാർ അതിനെ കൊളാക്കും. ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്ത സമയത്ത് BSNL കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. റെയിൽവേറും അതുപോലെ കേരള വിഷനും ഒക്കെ അറുമാദിച്ച് നടക്കുന്ന എയർടെലും ജിയോ ഒന്നും എത്തി നോക്കാതിരുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. നല്ല സേവനമാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് BSNLന്റെ ആൾക്കാരൊക്കെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്തു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയോ? ഇവരുടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരത് മൂലക്കിടും. പിന്നെ സ്പീഡ് കിട്ടിയെങ്കിൽ കിട്ടി, പോയെങ്കിൽ പോയി, വന്നെങ്കിൽ വന്നതാണ് അവസ്ഥ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കയറ്റം കയറി പോകുന്ന ഒരു വാഹനം, നമുക്ക് പെട്ടെന്ന് പോകാനുള്ളല്ലോ നമ്മൾ നല്ല വണ്ടി, നല്ല കയറ്റം വലിക്കുന്ന വണ്ടി വാങ്ങുന്നത്. പെട്ടെന്ന് ആ ലോഡും വെച്ചുകൊണ്ട് നേരെ കയറി ഇങ്ങോട്ട് പോകും. ഒരു മിനിറ്റ് കൊണ്ട് ആ കയറ്റം കടന്ന് അങ്ങ് പോകും. എന്നാൽ BSNL ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം കടക്കും, ഉന്തി തള്ളി ഒരു 1.5 ദിവസം കൊണ്ട് ആ കയറ്റം കൊണ്ട് കടക്കും. അതായത് നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100-110 സ്പീഡ് ഉണ്ടാവും. അതായത് 100ന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100-110 സ്പീഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റും. പക്ഷെ അത് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഏന്തി വലിഞ്ഞ് മുക്കി മൂളി ഫൈനൽ എത്തുമ്പോൾ അവിടെ എത്തുന്നതാണ്. അത് സ്പീഡ് ഉണ്ടാവില്ല. അതായത് 100 Mbps സ്പീഡിലുള്ള ഒരു ഫൈബർ നെറ്റില് യൂട്യൂബിന്റെ വീഡിയോ ബഫർ ചെയ്താണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നിലവിലുള്ള അവസ്ഥ. കുറെ കാലം ഇത് തുടങ്ങിയിട്ട് ഇത് പറയണം എന്ന് കുറെ വിചാരിക്കുകയാണ്, കേൾക്കണ്ടേ? അതായത് മലപ്പുറത്തെ GM എന്ന് പറയുന്ന 10 പൈസക്കില്ലാത്ത ആ ജനറൽ മാനേജർ മുതൽ അതിന് താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള കുറെ വൃന്ദങ്ങളുണ്ട്. അവർക്ക് ആർക്കും ഈ കസ്റ്റമറെ നോക്കണ്ട, കസ്റ്റമറുടെ സർവീസ് വേണ്ട, ഈ ജനങ്ങൾ പണം കൊടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നുള്ള യാതൊരു ചിന്തയുമില്ല. അവരുടെ വീട്ടിലേക്ക് മാസാമാസം ഈ ചുണുങ്ങി അങ്ങോട്ട് അക്കൗണ്ടിലേക്ക് സാധനം എത്തുമ്പോൾ അത് വാങ്ങി മുണുങ്ങിക്കൊണ്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അവിടെ ഇരുന്നാൽ മതി എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അധ്വാനിച്ച് പണം ഉണ്ടാക്കി അതിലൊരു പങ്ക് തന്നെയാണ് നിങ്ങൾക്കൊക്കെ തിന്നാൻ തരുന്നത്. അത് വാങ്ങി നക്കിക്കൊണ്ട് അതിനൊരു അല്പമെങ്കിലും നന്ദി കാണിക്കണം. മനസ്സിലായില്ലേ? മുമ്പ് 6 സിം, എന്റെ കമ്പനിയുടെ സിം അടക്കം, എന്റെ സിം അടക്കം 6 മൊബൈൽ കണക്ഷൻ പോർട്ടിങ്ങിലേക്ക് കൊടുത്തപ്പോ പിറ്റേന്ന് നേരം വെളുത്തപ്പോ അവിടെ എന്താ പറയുക, എന്റെ മാനേജറും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്റെ പെരയിൽ വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ വീട്ടിൽ വന്നത് അന്ന് പോർട്ട് ചെയ്തിട്ട് അവരുടെ ആ ഒരു നിർദ്ദേശം അത് മാനിച്ചുകൊണ്ട് കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞാൻ വീണ്ടും BSNLിലേക്ക് വന്നതാ. പക്ഷെ അത് ഏറ്റവും വലിയൊരു കൊലച്ചതിയായിപ്പോയി. പിന്നെ അടുത്ത 3 മാസം കാത്തു നിന്നു എനിക്ക് മാറാൻ വേണ്ടിയിട്ട്. 10 പൈസക്കില്ല. ഒരു കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 350 വട്ടം അത് കട്ടാകും. ആരുമായിട്ടെങ്കിലും ഒരു ടെലിഫോൺ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1-2 പ്രാവശ്യം
വയറ് കട്ട് ചെയ്തുപോലെ കട്ടായി പോകും. പിന്നെ അവരെ വിളിക്കാൻ പറ്റൂ നമുക്ക്. ആ അവസ്ഥ കൊണ്ട് പോർട്ട് ചെയ്ത് മറ്റ് സർവീസിലേക്ക് മാറി. പിന്നെ ഫൈബർ, BSNL ഫൈബർ മാത്രം തുടർന്നു പോന്നു. അതിനാണ് ഇപ്പൊ ഈ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് അവർക്ക് അവരുടെ ടാർഗറ്റ് കഴിഞ്ഞു. അവരുടെ മാനേജർക്കും അത് താഴെയുള്ള സിൽബന്തികൾക്കും അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഈ വാങ്ങി നക്കാനുള്ള ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, അത് എത്തിക്കഴിഞ്ഞപ്പോ ഇനി ഉള്ളവനത് എങ്ങനെ ഏറ്റിയാലെന്ത്, എങ്ങനെ പോയാലെന്ത്, എങ്ങനെ തള്ളിയാലെന്ത്, എന്ത് ചെയ്താലെന്ത്, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടുമല്ലോ എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നെ പോലുള്ളവർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ തരുന്നത്, കാശ് തരുന്നത് മര്യാദയ്ക്ക് അതിന്റെ സ്പീഡ് കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. ഇത് BSNLന്റെ സെൻട്രൽ സെർവറിന്റെ വിഷയമൊന്നുമല്ല, നമ്മുടെ ജില്ലയിലുള്ളവരുടെ വിഷയമാണ്. അവർക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, എന്താണ് വിഷയം എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല, അതിനൊരു സമയമില്ല അവർക്ക്. പിന്നെ ഒരുപക്ഷെ എന്റെ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ സംശയം തോന്നും, ഇത് പ്രാദേശികമായിട്ടുള്ള ഏജന്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് അയക്കുന്ന സർവീസ് പ്രൊവൈഡറിലെ ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശരിയാണ്, ഞാൻ BSNLന്റെ കണക്ഷൻ എടുത്തിട്ടുള്ളത് BSNLന്റെ മാത്രം സർവീസിൽ നിന്നാണ്. അതിനു വേണ്ടി സർവീസ് തരാൻ വേണ്ടിയിട്ട് ഒരാളുമുണ്ട്. അയാൾ മാന്യമായി തന്നെ പെരുമാറുന്നുണ്ട്. എനിക്ക് സംതൃപ്തിയുണ്ട്. കാര്യം വിളിച്ചാൽ ഫോൺ എടുക്കും, അയാൾ അപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യും. പക്ഷേ BSNLന്റെ അധികാരികൾ ചെയ്യേണ്ടതുണ്ടല്ലോ, അവര് ചെയ്താലല്ലേ ഇയാൾക്ക് വേണ്ടത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറയുന്നത് OLT പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം. ഇത് ഞാൻ എടുക്കുന്നത് ഈ കേരള വിഷന്റെയും അതുപോലെ റെയിൽവേറിന്റെയും എല്ലാവരുടെയും കണക്ഷൻ ഒന്നിച്ചു കൊടുക്കുന്ന, ബൾക്കായിട്ട് കൊടുക്കുന്നവരിൽ നിന്ന് BSNL കണക്ഷൻ എടുത്തേക്കല്ല. BSNLന്റെ സ്വന്തം ഫൈബർ വലിച്ചിട്ട് BSNLന്റെ സ്വന്തം OLT തന്നെയാണ് ഞാൻ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് കിട്ടണം. ഇത് BSNLന്റെ തകരാറാണ്. മലപ്പുറം ജില്ലയിലെ മിക്കവാറും എല്ലാ ഭാഗത്തും ഈ വിഷയമുണ്ട്. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വിഷയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും പരിഹരിക്കാൻ ഇവർക്ക് ഒരു താല്പര്യമില്ല. കാരണം അവരുടെ ടാർഗറ്റ് കഴിഞ്ഞു. അവരുടെ ടാർഗറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോളൂല്ലോ. ഉളുപ്പില്ലേ ചങ്ങായിമാരെ നിങ്ങൾക്ക് ഇത് വാങ്ങി ഇങ്ങനെ നക്കിക്കൊണ്ട് എന്നെ പോലുള്ളവർ പറ്റിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്? Different angles. Don't forget to subscribe and support this channel.